നമസ്കാരം, ABC മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ആർ ശ്യാം ബാബു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ അതിദാരുണമായ ഒരു സംഭവത്തിൻ്റെ വിവരങ്ങളുമായാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3:30 ഞാൻ ഈ നിൽക്കുന്ന തിരുവനന്തപുരത്തെ തമ്പാനൂരിനും ബേക്കർ ജംഗ്ഷനും ഇടയിലുള്ള പനവിള എന്ന ഈ ജംഗ്ഷനിൽ വെച്ച് ഒരു ടിപ്പർ ലോറി കൊലയാളിയായി മാറി. സുധീർ എന്ന അധ്യാപകൻ്റെ ജീവനാണ് ടിപ്പർ ലോറി അപഹരിച്ചത്. വളരെ ദാരുണമായ സംഭവമായിരുന്നു. പിന്നാലെ സിഗ്നൽ കടന്നുകൊണ്ട് സുധീറിൻ്റെ ഇരുചക്ര വാഹനത്തിന് പിന്നാലെ എത്തിയ ഈ ലോറി അദ്ദേഹത്തിനെ ഇടിച്ചു വീഴ്ത്തുകയും അദ്ദേഹത്തിൻ്റെ തലയിലൂടെ ഈ ലോറിയുടെ പിൻചക്രങ്ങൾ കയറി ഇറങ്ങുകയുമായിരുന്നു. അതിദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് അനന്തു എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ ഒരു ടിപ്പർ ലോറി എടുത്തത്. അത് വിഴിഞ്ഞത്തേക്ക് പാറയുമായി പോയ ഒരു ടിപ്പർ ലോറിയാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ എടുക്കാൻ കാരണമായത്. അതിനുശേഷം ഏതാണ്ട് 24 മണിക്കൂറുകൾക്കിപ്പുറം മറ്റൊരു ടിപ്പർ ലോറി കൂടി ഈ തിരുവനന്തപുരത്ത് കൊലയാളിയായി മാറിയിരിക്കുന്നു. അതിൻ്റെ അതിദാരുണമായ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. വളരെ ദാരുണമായ ഒരു സംഭവമായതുകൊണ്ട് തന്നെ പൂർണ്ണമായും നമുക്ക് പ്രേക്ഷകരെ ഇത് കാണിക്കുന്നില്ല. വളരെ ദുഃഖകരമായൊരു സംഭവമാണ്. സുധീറിന് 2 പെൺകുട്ടികളാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ DMO ഓഫീസിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം അധ്യാപകനാണ്. അധ്യാപകനായിട്ടുള്ള അദ്ദേഹം ജോലി കഴിഞ്ഞ് ഭാര്യയെ വിളിക്കുന്നതിന് വേണ്ടി കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി പോകുന്ന സമയത്താണ് പിന്നാലെ എത്തിയ ഈ ടിപ്പർ ലോറി അദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിക്കുകയും ഈ അപകടം ഉണ്ടാക്കുകയും ചെയ്തത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈകിട്ട് 3:30 ഈ അപകടം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം നഗരത്തിലും നഗരപരിധിയിലുമുള്ള സ്ഥലങ്ങളിൽ രാവിലെ 8:30 മുതൽ 10 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയും ടിപ്പർ ലോറികൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന ഉത്തരവാണ് കമ്മീഷണർ പുറപ്പെടുവിച്ചത്. അങ്ങനെയെങ്കിൽ എങ്ങനെ 3:30 ഈ ടിപ്പർ ലോറി ഈ നഗരത്തിൽ, അതായത് ഇത്രത്തോളം തിരക്കുള്ള ഈ നഗരത്തിൽ ഒരു അപകടം വരുത്തി വെച്ചു? എന്തുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള, അതായത് ഈ തിരുവനന്തപുരം നഗരത്തിൽ വരുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ മുക്കിന് ക്യാമറകൾ വെച്ചിരിക്കുകയാണ്. മുക്കിന് പോലീസിൻ്റെ നിരീക്ഷണ ക്യാമറകളുണ്ട്, പോലീസ് സംഘമുണ്ട്. ഇവരുടെയൊക്കെ നടുവിലൂടെ ഒരു ടിപ്പർ ലോറി 3:30, അതായത് അനുവദനീയമല്ലാത്ത ഒരു സമയത്ത് ടിപ്പർ ലോറി വരികയും ഒരു അപകടം ഉണ്ടാക്കുകയും ചെയ്തു. കഴക്കൂട്ടം എന്ന ഒരു വ്യവസായ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലോഡ് ഇറങ്ങി മടങ്ങുന്ന ലോറിയാണ് ഇന്നലെ ഇവിടെ അപകടം വരുത്തി വെച്ചത്. ആദ്യ ലോഡ് ഇറങ്ങി, രണ്ടാമത് വീണ്ടും ലോഡ് എടുത്ത് ലാഭം കൊയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി കടന്നുപോയ ആ ലോറിയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ അപഹരിച്ചത്. നിരവധി അപകടങ്ങളാണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ദിനം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഴിഞ്ഞത്തെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം വ്യാപകമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം കഴക്കൂട്ടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒട്ടനവധി ഫ്ളാറ്റുകളുടെയും അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളുടെയും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമായും ടിപ്പറുകൾ പായുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് ശ്രീകാര്യം, കഴക്കൂട്ടം. ഈ ഒരു മേഖലയിൽ ടിപ്പറുകൾ അനിയന്ത്രിതമായി കടന്നു പോവുകയും അവർ അപകടം വരുത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആക്കുളം മെഡിക്കൽ കോളേജ്, പേട്ട ചാക്ക, അതുപോലെ തന്നെ മണക്കാട് തമ്പാനൂർ, പൂജപ്പുര ജഗതി, പേരൂർക്കട, വട്ടിയൂർക്കാവ് എന്നിങ്ങനെയുള്ള മേഖലകളിൽ, അതുപോലെ തന്നെ തിരുവല്ലത്ത് പ്രധാനമായും നിരന്തരം അപകടങ്ങൾ ടിപ്പർ ലോറികൾ വരുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുവല്ലത്തേക്ക് പോകുന്ന ടിപ്പർ ലോറികൾ അപകടം വരുത്തി വയ്ക്കാൻ കാരണം അത് വിഴിഞ്ഞത്തേക്ക് പോകുന്ന വണ്ടികളാണ്. അവിടെ മത്സര ഓട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ലോഡുകൾ ആരിറക്കുന്നു അതിൻ്റെ ഇൻസെൻറ്റീവും അതുപോലെ തന്നെ പൈസയും ലാഭവും ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വാശിയേറിയ ഒരു മത്സരം ടിപ്പർ ലോറികൾക്ക് ഈ വിഴിഞ്ഞത്തേക്ക് പോകുന്നതിലുണ്ട്. ഇതിനോടകം തന്നെ വിഴിഞ്ഞം നിർമ്മാണ മേഖലയിൽ നിന്നുള്ള അവരുടെ അധികൃതർ അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അനന്തുവിന് ഉണ്ടായ സംഭവത്തിൽ തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ഉത്തരവാദിത്വം ഈ വിഴിഞ്ഞം നിർമ്മാണ കമ്പനികൾക്ക് ഉള്ളൂ. അതിന് പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയാണ് അതിനുള്ള ഉത്തരവാദിത്വം തങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞത്തെ നിർമ്മാണ കമ്പനി കൈയൊഴിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ആ ഒരു അപകടം വരുത്തി വെച്ച ഒരു ഡ്രൈവർക്കെതിരെ ചുമത്തിയിരുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും അതുപോലെ തന്നെ അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനുമുള്ള വകുപ്പാണ് അയാൾക്കെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ ഇന്നലെ വൈകിട്ട് ആ വാഹനത്തിൻ്റെ ഭാരപരിശോധന നടന്നപ്പോൾ അനിയന്ത്രിതമായ അളവിൽ ആ വാഹനത്തിൽ ലോഡുണ്ട് എന്ന് കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ 304 ചുമത്തിയിട്ടുണ്ട്, നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അയാളെ റിമാൻഡിൽ മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഡ്രൈവർക്കെതിരെയും നരഹത്യാ കുറ്റം ചുമത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നമ്മുടെ ഈ സംവിധാനം ഉണരുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരാഴ്ച കഴിയുമ്പോൾ ഈ സംവിധാനം ഇത് മറക്കുന്നു. അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് ഇത് മാറുന്നതോടുകൂടി അധികൃതർക്ക് ഇതിനൊന്നും താല്പര്യമില്ലാതാകുന്നു എന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്നും നിരന്തരമായി ഈ ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതാണ് പ്രധാനമായും ഈ ഒരു അപകടങ്ങൾ വരുത്തിവെക്കാൻ, അതായത് അധികൃതർക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്നാണ്
ഈ അപകടങ്ങളുടെ കാരണങ്ങൾ ഈ പരിശോധിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഇനിയെങ്കിലും ജില്ലാ ഭരണകൂടവും പോലീസും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ നഗരത്തിൽ ഇനിയും ജീവനുകൾ പൊലിയും എന്നാണ് ABC മലയാളം ന്യൂസിന് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം മരിച്ച BDS വിദ്യാർത്ഥി അനന്തുവിൻ്റെ പിതാവിനോട് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക സഹായവും വേണ്ട, പക്ഷേ ഈ മുക്കോല വഴിയുള്ള, അതായത് അനന്തു കൊല്ലപ്പെട്ട മുക്കോല വഴിയുള്ള ഈ ടിപ്പറുകളുടെ മരണപ്പാച്ചിൽ നിർത്തുവാൻ അധികൃതർ നടപടിയെടുക്കണം. ഇനി ഒരു കുടുംബത്തിനും ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആ ഒരു പിതാവ് നമ്മളോട് പറയുകയുണ്ടായത്. അദ്ദേഹം തന്നെ പറയുന്നു, തങ്ങൾക്ക് സാമ്പത്തികമായി നൽകിക്കൊണ്ട് എത്ര സമ്പത്ത് തന്നാലും തങ്ങളുടെ മകൻ്റെ നഷ്ടം അത് നികത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സാമ്പത്തികമായുള്ള സഹായങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. പക്ഷേ ഈ ടിപ്പറുകളുടെ ഈ മരണപ്പാച്ചിലും അതുപോലെ തന്നെ അവരുടെ ഈ അനിയന്ത്രിതമായിട്ടുള്ള കടന്നുപോക്കും അത് അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ കൂടുതൽ ജീവനുകൾ പൊലിയുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് ഇന്നലെയോ തുടങ്ങിയതല്ല ഈ ടിപ്പറുകളുടെ ഈ ഒരു മരണപ്പാച്ചിലും ഈ മത്സര ഓട്ടവുമൊക്കെ. അത് കഴിഞ്ഞ അതായത് 2023 മുതലുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ടിപ്പറുകൾ മാത്രം വരുത്തിവെച്ച അപകടങ്ങളുടെ എണ്ണം അത് ഏതാണ്ട് 40-ലധികമാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണക്കിലും അതുപോലെ തന്നെ പോലീസിൻ്റെ കണക്കിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. വളരെ ദയനീയമായ കാഴ്ചകൾ, അതായത് ഈ ടിപ്പറുമായി ബന്ധപ്പെട്ട് അപകടം ഈ അനന്തുവിൻ്റെ മരണത്തിന് പിന്നാലെ വളരെ ദയനീയമായ ഒട്ടനവധി കാഴ്ചകൾ നമ്മൾ കാണുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് ഒരു അധ്യാപികയുടെ അധ്യാപികയുടെ അപകടമായിരുന്നു. ഒരു അധ്യാപികയുടെ ഒരു കാൽ നഷ്ടപ്പെടുന്ന കാഴ്ചകളടക്കം നമ്മൾ കാണുകയുണ്ടായി. അപ്പോഴും ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ജില്ലാ ഭരണകൂടത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പോലീസ് സംവിധാനം ഒക്കെ തന്നെ ഈ അപകടം നടന്ന സ്ഥലത്തെത്തുകയും അതുപോലെ തന്നെ ഇരയാക്കപ്പെട്ടവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനും എത്തുന്നു. പക്ഷേ അത് മാത്രമല്ല വേണ്ടത്, മറിച്ച് ഈ നിർമ്മാണ സൈറ്റുകളിൽ, പുതുതായിട്ട് നിർമ്മാണം നടക്കുന്ന സൈറ്റുകളിലേക്ക് ഈ പരിശോധനകൾ എത്തണം. അവിടെ എത്തുന്ന വാഹനങ്ങളുടെ കൃത്യമായ കണക്കുകൾ അധികാരികൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ ഏതൊക്കെ സമയത്ത് പുറത്തിറങ്ങുന്നു എന്നത് സംബന്ധിച്ചുള്ള കണക്കുകളും സൂക്ഷിക്കണം. ഒപ്പം ഇതിൻ്റെയൊക്കെ ഭാര പരിശോധന കറക്റ്റായിട്ട്, അതായത് ഇതിൽ ലോഡ് കയറുന്നത് എത്രത്തോളം ഉണ്ട് എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ നടക്കണം. അതുപോലെ സ്കൂൾ ടൈം രാവിലെ 8:30 മുതൽ 10 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയും തിരുവനന്തപുരം നഗരത്തിൽ ഒരു കാരണവശാലും ടിപ്പർ ലോറികൾ പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശമാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആവർത്തിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ ഒരു പത്രക്കുറിപ്പ് പോൽ പുറത്തിറങ്ങുന്നതല്ലാതെ അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനോ ഈ ഇറങ്ങുന്ന വാഹനങ്ങളെ നിസ്സാര പിഴ ചുമത്തി മടക്കുന്നതല്ലാതെ മറ്റു നടപടികളിലേക്ക് കടക്കാനോ ഈ പോലീസ് സംവിധാനം ശ്രമിക്കുന്നില്ല. അത്തരത്തിൽ ശ്രമിക്കുകയാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ നിസ്സാര പിഴ ആയതുകൊണ്ട് തന്നെ അതിന് ഇരട്ടി ലാഭം അവർക്ക് കൊയ്യാമെന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പിഴ അടച്ചാലും സാരമില്ല, തങ്ങൾ ഓടുമെന്നൊരു നിലപാട് ഈ ടിപ്പർ ലോറികളുടെ ഉടമകളും അതുപോലെ തന്നെ ഡ്രൈവർമാരും സ്വീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അനന്തുവിൻ്റെ ജീവനെടുത്ത ടിപ്പറിനെതിരെ 25 പിഴകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതായത് അമിത വേഗം, അതുപോലെ തന്നെ അമിതമായി ലോഡ് കയറ്റിയതിന്, അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനൊക്കെ ഏതാണ്ട് 25 പെറ്റികൾ ആ വാഹനത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ പോലീസ് കണ്ടെത്തി. ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് എന്തിന് പെർമിറ്റ് നൽകുന്നു? തുടർച്ചയായി ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തെറ്റുകയും നിയമലംഘനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു വാഹനത്തിന് എന്തിന് ഈ പെർമിറ്റ് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഇത്തരം വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കിക്കൊണ്ട് അതിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് റദ്ദാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കേണ്ട ഘട്ടം കടന്നുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. 25 തവണ പെറ്റിയടച്ച പിഴ ചുമത്തിയ അതുപോലെ തന്നെ നിയമലംഘനം നടത്തിയ ഒരു വാഹനത്തിന് എന്തിന് റോഡിൽ ഇറങ്ങാൻ അനുവദിക്കുന്നു എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ അധികാരികൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ സമയം അതിക്രമിച്ചു എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോഴും ഞാൻ കാണിക്കാം, ഈ ഒരു നഗരത്തിൽ, അതായത് ഈ കാണുന്ന പനവിള എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നലെ വൈകിട്ട് 3:30 ഒരു അപകടം ടിപ്പർ ലോറി വരുത്തി വെച്ചത്. ഇത്രത്തോളം തിരക്കുള്ള ഒരു നഗരത്തിൽ ഇവിടെ ഇപ്പോഴും പോലീസിൻ്റെ നിരീക്ഷണമുണ്ട്. എത്ര ക്യാമറകളുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരാം. അതായത് പോലീസിൻ്റെ അടക്കം പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, അതുപോലെ തന്നെ മറ്റ് ക്യാമറകളൊക്കെ തന്നെ, ഈ ക്യാമറകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ ക്യാമറകളൊക്കെ ഉള്ളപ്പോൾ തമ്പാനൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, അതുപോലെ തന്നെ ബേക്കറി ജംഗ്ഷനിൽ നിന്ന് കടന്നു വരുന്ന വാഹനങ്ങൾ, ഈ 2 വാഹനങ്ങളും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളും ഒക്കെ തന്നെ എത്തുന്ന ഒരു സ്ഥലമാണ്. നിരവധി ക്യാമറകൾ കടന്നാണ് ആ ടിപ്പർ ലോറി ഈ 3:30 മണി സമയത്ത്, അതായത് അനുവദനീയമല്ലാത്ത സമയത്ത് ആ ടിപ്പർ ലോറി കടന്നു വന്നത്. ഈ ക്യാമറകളൊക്കെ കടന്നാണ്. സ്വാഭാവികമായിട്ടും സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിനകത്ത് ക്യാമറകളുടെ മോണിറ്റർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
ഓരോ പോലീസ് സ്റ്റേഷനുകളിലും വാഹനങ്ങളുടെ കടന്നുപോകുന്ന വാഹനങ്ങളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയും ഓരോ നഗരങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയും മോണിറ്റർ വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഇവരുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാതെ ഒരു വാഹനം വന്നൊരു അപകടം വരുത്തി വെച്ചിട്ട് കടന്നു പോയിരിക്കുന്നു. ആ വാഹനം ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്, ഡ്രൈവറും കസ്റ്റഡിയിലാണ്. അലക്ഷ്യമായി വാഹനം ഓടിച്ചു, നരഹത്യാ കുറ്റമടക്കം ചുമത്തുമെന്ന് പോലീസ് പറയുന്നുണ്ട്. അത് മാത്രം പോരാ, ഈ വാഹനത്തിൻ്റെയൊക്കെ പെർമിറ്റ്, ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തുന്ന മനുഷ്യജീവന് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാത്ത ഇത്തരം വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കി, ഫിറ്റ്നസ് റദ്ദാക്കിക്കൊണ്ട് ഈ വാഹനങ്ങൾ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ ഇനി അനുവദിക്കരുത് എന്നൊരു നിലപാട് അധികാരവർഗം സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ആശ്വസിപ്പിച്ചാൽ ഒരു കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം ആശ്വാസ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായി എന്തെങ്കിലും സഹായം നൽകിയാലോ ഒരു കുടുംബത്തിലും അത് നികത്താൻ സാധിക്കുകയില്ല. ആ വാക്കുകളാണ് കഴിഞ്ഞ ദിവസം മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ, അതായത് അനന്തുവിൻ്റെ പിതാവ് പറയുകയുണ്ടായത്. തീർച്ചയായും ഈ കുട്ടികളൊക്കെ, അതായത് ഈ രാവിലെ 8 മുതൽ 10 മണി വരെ സ്കൂൾ ടൈമാണ്, അതുപോലെ തന്നെ വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയും സ്കൂൾ ടൈമാണ്. കുട്ടികൾ നിരന്തരം ഇതുവഴി കടന്നു പോകും. തീർച്ചയായും കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന സമയമായതുകൊണ്ട് തന്നെ ഇതിനോടുകൂടി താല്പര്യം, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് താല്പര്യം കാണിച്ചുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായാൽ, ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായാൽ എത്രത്തോളം ബുദ്ധിമുട്ടും ദുഃഖവും നമുക്ക് ഉണ്ടാകുമെന്ന മനസ്സ് ഈ അധികാരവർഗത്തിന് കൂടി പോലീസിന് കൂടി ഉണ്ടാകണം. തീർച്ചയായും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.